NH-66 ആറുവരി പാത പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലൂടെ സഞ്ചരിക്കാൻ അതിൻ്റെതായ രീതികളുണ്ട്. ആറുവരി പാതയിലെ ഒന്നാമത്തെ ലൈനിൽ വേഗത കുറഞ്ഞ വാഹനങ്ങൾ പോകാൻ വേണ്ടിയാണ്. അതേസമയം രണ്ടാമത്തെ ലൈനിൽ വേഗത കൂടിയ വാഹനങ്ങൾ പോകാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ ലൈൻ എമർജൻസി വാഹനങ്ങൾ പോകുന്നതിനോ രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്നതിനോ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ട്രക്കുകൾ പോകുന്നത് ഒന്നാമത്തെ ലൈനിൽ കൂടി ആയിരിക്കണം. ആറുവരി പാതയിലെ ഒന്നാമത്തെ ലൈനിൽ കൂടി 80 കിലോമീറ്ററിലും രണ്ടാമത്തെ ലൈനിൽ കൂടെ 100 കിലോമീറ്റർ സ്പീഡിലും മാക്സിമം പോകാവുന്നതാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം ഓവർടേക്ക് ചെയ്ത് പഴയ ലൈനിലേക്ക് തിരികെ പോകണം. ഓവർടേക്ക് ചെയ്യാൻ മൂന്നാമത്തെ ലൈൻ ഉപയോഗിക്കുക. ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യരുത്. സർവീസ് റോഡിൽ നിന്ന് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം ഒന്നാമത്തെ ലൈനിൽ കൂടെയാണ് പോകേണ്ടത്. ലൈൻ തെറ്റിച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ലൈനിൽ കൂടെ കയറിയാൽ അപകട സാധ്യത ആയേക്കാം. അതുപോലെ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ചെയ്യാൻ ഒന്നാമത്തെ ലൈനിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ചെയ്യുക. സർവീസ് റോഡിലേക്ക് യു ടേൺ ചെയ്ത് കയറാതെ സൂക്ഷിക്കുക. ഉയർന്ന വേഗത അനുവദിച്ചിട്ടുള്ള ആറുവരി പാതകളാണിത്. 2024 കണക്ക് പ്രകാരം ദേശീയപാതയിൽ 48,000-ഓളം അപകടങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായിട്ടുണ്ട്. അതിൽ 4,080 മരണങ്ങളും. 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള ഈ ആറുവരി പാതയിലെ യാത്ര സുരക്ഷിതമാക്കണമെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ വണ്ടികളും വേണം. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് കാറായ ടാറ്റ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആറുവരി പാതയിലെ നിയമം പാലിക്കുക, സുരക്ഷിതരാകുക.